അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഔട്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, അത് തന്നെ പറയാനുള്ളത് നമ്മുടെ ദൃശ്യം 3 പറ്റിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ദൃശ്യം, അതായത് ഹിന്ദി, മലയാളം, തെലുങ്ക്, ഈ 3 വെർഷൻ ദൃശ്യം ഒരുമിച്ചാണ് റിലീസ് ആവുന്നുള്ള കാര്യം. അത് അങ്ങനെ തന്നെയാണ് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരില്ല, നമ്മളെ മലയാളം ദൃശ്യമാണ് ആദ്യം വരുന്നുള്ള കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ വരുന്നത്. അതെ, അത് അങ്ങനെ തന്നെ വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറമെ പല സ്ഥലങ്ങളിലും ദൃശ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദി ദൃശ്യം എന്നുള്ള പേരിലൊക്കെയാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അത് വേണ്ട, കാരണം അത് നമ്മുടെ ദൃശ്യമാണ്. അല്ല, കുറെ ചാപ്റ്ററുകള് ഈ മലയാളം ദൃശ്യത്തിനേക്കാൾ ബെറ്റർ ദൃശ്യം എന്ന് വരെ പറയും. അതെ അതെ, ഇവിടെ എടുത്തതിന് ശേഷം ബെറ്റർ ആക്കാൻ ശ്രമിക്കണതിന്റേതായിരിക്കാൻ തോന്നുന്നു. ഒരു സീൻസ് അല്ല, മോഹൻലാലിന്റെ പെർഫോമൻസിന് വെച്ചിട്ട് വേറെ ആൾക്കും കാഴ്ചവെക്കാൻ അതൊക്കെ വെറുതെ. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ട് ഈ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും. ഒക്ടോബറിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ സെപ്റ്റംബർ 16 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പരാശക്തിയും സർദാറും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. രണ്ടും ഒക്ടോബറിലേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോ സിനിമ വരുന്നത് പൊങ്കൽ സമയത്തേക്കാണ്. പൊങ്കൽ സർദാർ ഒക്ടോബറിലേക്ക് വരണം. പരാശക്തി എന്താ ഷൂട്ട് ഒന്ന് മുടങ്ങി, അത് ഏകദേശം ജനുവരിക്ക് തന്നെ ആയിരുന്നു. അപ്പൊ സിനിമയുടെ ഷൂട്ട് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സിനിമയുടെ സെറ്റിൽ ഇപ്പൊ റീസിലറാണ് ദഗുബഡി വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഷെഡ്യൂളിൽ നമ്മുടെ ബേസിൽ ജോസഫ് വന്നതിന്റെ ഒരു ഫോട്ടോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെ അതെ, അപ്പൊ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പൊങ്കലിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ടത് ജനനായകൻ സിനിമ. കാരണം വിജയുടെ സിനിമയുടെ കൂടെ ക്ലാഷ് റിലീസ് 2 വേറെ പടങ്ങൾ. അല്ല, ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ആ സിനിമ ക്ലാഷ് റിലീസ് ഇല്ല, അത് ശിവകാർത്തികനെ സംബന്ധിച്ചിടത്തോളം അതെ അതെ എന്നുള്ളതാണ് പ്രധാനം. ക്ലാഷ് എന്നുള്ളത് നമ്മുടെ പ്രൊഡക്ഷൻ അല്ല, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഹൗസ് ആയിട്ടുള്ള നമ്മുടെ റെഡ് ജയൻസ് ഇടപെട്ടിട്ടാണ് അവർക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ജനനായകൻ സിനിമയില് വിജയ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടാണ് സിനിമ വരുന്നത്. അപ്പോ അതിന് ഓപ്പോസിറ്റ് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫിലിം കൊണ്ടുവന്ന് വെച്ച്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അടുത്തത് നമ്മുടെ KH 237 കമൽഹാസന്റെ KH 237 നമ്മുടെ അൻബർ സിനിമ. അത് രാജ് കമൽ തന്നെ അതെ പ്രൊഡക്ഷൻ വരുന്നത്. ഒരു കംപ്ലീറ്റ് ആക്ഷൻ, അത് ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് അത് ചെയ്യാൻ. അപ്പൊ കമൽഹാസന് ഓൾറെഡി നമ്മളെ വിക്രം ചെയ്തതിൽ തന്നെ അവരെ നല്ല ഇഷ്ടമായിരിക്കും. അതിലത്തെ വർക്കും അതെ വന്നു അല്ല അവരെ അതെ ഓൾമോസ്റ്റ് എല്ലാ ഫൈറ്റും അടിപൊളിയാണ്. ഫൈറ്റ്സ് ഒക്കെ കലക്കണം. അപ്പൊ അത് എന്താ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതൊരു കംപ്ലീറ്റ് ആക്ഷൻ. അതെ, അപ്പൊ അടുത്ത മാസം 14-ാം തീയതി, അതായത് ഓഗസ്റ്റ് 14-ാം തീയതി സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്തൊരു പടം ഗംഭീരമായിരിക്കട്ടെ. അടുത്ത നമ്മുടെ ഫോർ ദ പീപ്പിൾ സിനിമ റീ റിലീസ് ആവുന്ന വാർത്ത സിനിമയുടെ സംവിധായകൻ തന്നെ ഇപ്പുറത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഭയങ്കരമായിട്ട് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. പല രീതിയിലും അത് ആ സമയത്ത് ആൾക്കാരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ OTT സിനിമ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ പല TV ചാനലുകളിലും അതിന്റെ ഒരു പ്രക്ഷേപണം ഉണ്ടായിട്ടില്ല ശരിക്കും പോലെ. പണ്ട് ഏഷ്യാനെറ്റിനായിരുന്നു സത്യത്തിൽ അതിന്റെ റൈറ്റ്സ്. പക്ഷെ സിനിമ ഇപ്പോ TV വരാറില്ല, അത് സത്യമാണ്. യൂട്യൂബിൽ സിനിമ അവൈലബിൾ ആണ്, പല കഷണങ്ങളായിട്ടേ ഉള്ളൂ. ഈ സിനിമ റീ റിലീസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. പാട്ടിന് അതായത് 3 പാട്ട് എന്ന് പറയുകയാണെങ്കിൽ ഫുൾ ഡാൻസ് പെർഫോമൻസ് ഉള്ള പാട്ട്, പിന്നെ നമ്മളെ കോരിത്തെറിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സീൻസ്. അപ്പോ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗ്യാങ് ആകുമ്പോ 4 പേരെ ഗ്യാങ് ആവുക. ഫോർ ദി പീപ്പിൾ പറഞ്ഞൊരു ഗ്യാങ്. അത് ആ ഗ്യാങ്സ് ഇത് തന്നെ പ്രത്യേകത ഉണ്ട്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഠിപ്പി, ഒരു എന്താ പറയാ പാട്ട് മ്യൂസിക് ആയിട്ട് നടക്കുന്ന ഒരാള്, ഒരു ഭയങ്കര സ്പോർട്സിന്റെ ആള്, പിന്നെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരാള്, അങ്ങനെയുള്ള സംഗതി. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇതിന് ആവശ്യങ്ങൾ ക്ലിപ്പിന്റെ അടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാർ റിലീസ് ചെയ്യണം പറഞ്ഞിട്ട് ജയരാജനെ വന്നിട്ട് പിന്നെ പറയുകയുണ്ടായി. ഇതെല്ലാരും നോട്ട് ചെയ്യണം. കാരണം നമുക്ക് ഇനി റിലീസ് ആക്കുന്ന സിനിമകൾ എല്ലാത്തിനും താഴെ കമന്റ് ഇട്ട് കൊടുത്താൽ മതി റിലീസ് ചെയ്യണം എന്നുള്ളത്. ഇനി അടുത്തതായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവതാർ തേർഡ് പാർട്ട്. ആ സിനിമയുടെ ടീസർ വരാൻ പോവാണ്. അത് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു സംഗതി. ഇനിയിപ്പോ തിയേറ്റേഴ്സിൽ നമുക്ക് കാണാം. അതെ, ലീക്ക് ആയ ചെറിയ പാട്ട് കണ്ടത് അടിപൊളിയാണ്. എന്തായാലും ഡിസംബർ 19 സിനിമ റിലീസ് വളരെ ഉറപ്പാണ്. അതെ, നമ്മുടെ ഷർഫുദ്ദീൻ നായകനായിട്ട്. അത് ഭയങ്കര രജിഷ വിജയന്റെ അങ്ങനെ ഒരു അതെ അതെ രജിഷ വിജയന്റെ അങ്ങനെ ഒരു ക്യാരക്ടർ എക്സ്പെക്ട് ചെയ്യാത്ത
ഇപ്പൊ ഒരു ഹീറോയിൻ ഫിഗർ ചെയ്യുന്ന ഒരാളാണ് അത്. അങ്ങനത്തെ ഒരു ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ക്യാരക്ടർ ആയിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ സിനിമ അൽത്താഫ് ഒക്കെ നല്ല രസമായിരുന്നു. അപ്പൊ നല്ല ഫണ്ണായിട്ടുള്ള സിനിമ, ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിം ആയിരുന്നു. അതെ 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 അതെ. അപ്പൊ എന്തായാലും സിനിമയുടെ സംവിധായക സ്റ്റെഫി സേവറിന്റെ അടുത്ത സിനിമ നമ്മുടെ ആസിഫ് അലിനെ വെച്ചിട്ടാണ്. അദ്ദേഹം ഇപ്പോ വെറൈറ്റി ആയിട്ട് ഓരോ ഡയറക്ടേഴ്സിനെ പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓണത്തിന് റിലീസാകാൻ പോകുന്ന നമ്മുടെ ബൾട്ടി പറഞ്ഞ സിനിമ ഷൈനികത്തിന്റെ, ആ സിനിമയില് വില്ലനായിട്ട് വരുന്ന നമ്മുടെ അൽഫോൺസ് പുത്രനാണ്. അതെ, ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസകരമായിട്ടായിരുന്നു. കാരണം ഓൾറെഡി പുള്ളി റീസെന്റ് നമ്മുടെ വാഴ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള വാർത്ത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ആക്ടറായിട്ട് പുള്ളി ഓൾറെഡി പ്രായമത്തിൽ നല്ല തല്ലുകൊണ്ട് പോയതാണ്, ഗോൾഡിലുണ്ടായിരുന്നു. പിന്നെ സായബേങ്കറിന്റെ ഒരു മ്യൂസിക്. അതെ അതെ അതെ, സായബേങ്കർ ഫസ്റ്റ് മലയാള ഫിലിം ആയിരുന്നു അത്. അറിയില്ല സായബേങ്കറിന്. അതെ അതെ. അപ്പൊ സായബേങ്കറിന്റെ ഒരു കിടിലൻ വർക്കായിരിക്കട്ടെ എന്തായാലും.